ഇതുവരെയുള്ള ശ്രമങ്ങളൊക്കെ പരാജയമാണ്. ലോറി എവിടെയെന്നു കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സംഘം പ്രധാനമായും ഈ ഘട്ടത്തിൽ നോക്കുന്നത്. ലോറി എവിടെയുണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രധാനമായും നോക്കുന്നത്. അത് ലോറിയുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ അത് നിർണായകമാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ ഈ തെരച്ചിൽ നേരത്തെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ നാലാമത്തെ സ്പോട്ടിൽ ഈ ലോറിയുടെ സാന്നിധ്യം അത് പ്രധാനമായും കണ്ടെത്തിയിരുന്നു. അത് ചെളിയിൽ പൂണ്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ അതിനുള്ളിൽ ഒരു തലത്തിലും മനുഷ്യ സാന്നിധ്യമുണ്ട് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷെ അപ്പോഴും ലോറി കണ്ടെത്തുക, അവിടേക്ക് എത്തുക എന്നുള്ള ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. നേവി ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. വിനേഷ് കുമാർ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. വിനേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് വിനേഷ്? ആ സ്പോട്ടിൽ മറുകരയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, എന്തായാലും ഈ ശ്രമം ഇപ്പോഴും തുടരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായ ഒരു റിസൾട്ട് ഇതുവരെയും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇങ്ങനൊരു ശ്രമം എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ ഡൈവിംഗ് ചെയ്തു കഴിഞ്ഞാലും അടിയൊഴുക്ക് ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇത് ലോറി കണ്ടെത്താനോ അല്ലെങ്കിൽ അങ്ങോട്ട് വെള്ളത്തിനടിയിലൂടെ പോകാനോ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം. എന്തായാലും ഇനിയും ശ്രമങ്ങൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അത്രയും പരിശീലനം ഉള്ള വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ, ഇത്തരം ഘട്ടങ്ങളിൽ അവർ കൃത്യമായി തന്നെ ഇത്തരം ദൗത്യങ്ങൾ നടത്തി പരിചയമുള്ളവരാണ്. അവർക്കാണ് പക്ഷേ ഈ ഒരു പിഴവ്. ഇത് നമുക്ക് അവരെ കുറച്ച് കാണാനോ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണാനോ ഒന്നും കഴിയില്ല. അവർക്ക് മാത്രമല്ല, നേവിക്ക് പോലും അത്രയും അത്യാധുനിക സംവിധാനങ്ങളുള്ളതും കൃത്യമായ പരിശീലനം, ശാസ്ത്രീയമായ പരിശീലനം സിദ്ധിച്ചവരുമായ നേവിക്ക് പോലും കഴിയാതെ വന്നതാണ്. കാരണം അത്രത്തോളം അടിയൊഴുക്കുണ്ട്. 6.8 നോട്ട്സാണ് അടിയൊഴുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത് കഴിയും എന്ന് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. പക്ഷേ ശ്രമങ്ങൾ ഇനിയും ഉണ്ടായേക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാജസ്ഥാനിൽ നിന്നുള്ള ഈ ഫ്ലോട്ടിംഗ് ഇതിന്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ എക്യുപ്മെന്റ്സ് കൊണ്ടുവരും എന്നാണ് കേൾക്കുന്നത്. അത് എത്തിക്കഴിഞ്ഞാൽ അടുത്ത നീക്കം അതായിരിക്കും. അത് നിലവിലെ സാഹചര്യത്തിൽ അതിന് തടസ്സമൊന്നുമില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതായത് അത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും. അതിന് കാലാവസ്ഥയോ അല്ലെങ്കിൽ ഈ അടിയൊഴുക്കിന്റെ പ്രശ്നമോ ഒന്നും ബാധിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു നീക്കം കൂടി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ലോറി കണ്ടെത്തേണ്ടതുണ്ട്. ലോറി ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അടിയിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല. ശക്തമായ അടിയൊഴുക്കാണ് ഗംഗാവാലി പുഴയിലുള്ളത്. അടിയൊഴുക്ക് അത് സാധാരണ നിലയിൽ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടിയൊഴുക്ക് ഇനിയും കൂടാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ 4 മണി കഴിഞ്ഞാൽ സാധാരണ ഇത് അടിയൊഴുക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും എന്തായാലും ഒരു പരീക്ഷണത്തിന് തയ്യാറാവുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും എല്ലാവരും ഒരു നിരാശയോടെ ആരും മടങ്ങുന്നില്ല. ഇനിയും ശ്രമങ്ങൾ തുടരും. മന്ത്രിമാരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ്, PM മുഹമ്മദ് റിയാസ് ഉണ്ട്, AK ശശീന്ദ്രനുണ്ട്, MLA മാരായ സച്ചിൻ ദേവും ലിൻഡോ ജോസഫും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇവിടെ സജീവമായി തന്നെ ഉണ്ട്. എന്തായാലും അത്തരത്തിൽ ഇനിയും ശ്രമങ്ങൾ, ദൗത്യം തുടരും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. ദൗത്യം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും മന്ത്രിമാരുടെ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിമാരുടെ ഏകോപനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജില്ലാ കളക്ടറുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട നേവിയുടെ ഉദ്യോഗസ്ഥർ ഇതിന് ഏകോപനം നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷെ അപ്പോഴും വല്ലാത്ത തോതിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, ഈ വലിയ ഒഴുക്കുകൾ പോലെയുള്ള പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നതും പ്രധാനമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. ശക്തമായ രീതിയിൽ തന്നെയാണ് അവിടെ ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ആ മൺതിട്ടയിൽ കൂടി നിൽക്കുന്ന ഈശ്വർ മാൽപേ സംഘം, മാൽപ്പയിലെ മത്സ്യത്തൊഴിലാളികൾ, ഈശ്വർ മാൽപേ സംഘം തന്നെയാണ് പ്രധാനമായും ഇത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ
അനുഭവ പരിചയമുള്ളവരാണ്. പക്ഷേ ഇവിടെയും അവർ ആ അനുഭവ പരിചയം ഉണ്ടായിട്ട് പോലും ഈ ഗംഗാവാലിയിലെ അതിശക്തമായ ഒഴുക്കിൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. 3 തവണ അവർ ഇത്തരത്തിൽ ഇവിടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈശ്വർ മാൽപ്പയെ കെട്ടിയ വടം 2 തവണ പൊട്ടുന്നു. അതിനുശേഷമാണ് ഈശ്വർ മാൽപ്പയെ നേവി അടക്കം രക്ഷിക്കുന്ന സാഹചര്യം ഒരുങ്ങി വന്നത്. അങ്ങനെ ഓരോ തരത്തിലും ഈ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള 6.8-നും 7-നും ഇടയിലൊക്കെയുള്ള ശക്തിയിലുള്ള ഈ വല്ലാത്ത കുത്തൊഴുക്ക് അത് വലിയ തോതിൽ കാര്യങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. ഇപ്പോഴും പക്ഷേ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. വൈകുന്നേരം വരെ ഈ ശ്രമം തുടരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഓരോ തരത്തിലും കാര്യങ്ങളുടെ പുരോഗതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിന് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പുഴയിലിറങ്ങിയാണ് മത്സ്യത്തൊഴിലാളികൾ ഈ ശ്രമങ്ങൾ നടത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് 132 മീറ്റർ അകലെ, കരയിൽ നിന്ന് 132 മീറ്റർ അകലെ രൂപപ്പെട്ടിരിക്കുന്ന ആ മൺതിട്ട, അവിടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി തന്നെ കൊണ്ടുപോകുന്നത്. 132 മീറ്റർ അകലെ ഉള്ള ആ മൺതിട്ടയിലാണ് ഇപ്പോൾ നിർണായകമായ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ കാണാം. ആ മൺതിട്ടയിലാണ് ഈ പരിശോധന നടക്കുന്നത്. അതിൻ്റെ ഫലം വരാനിരിക്കുന്നു. പക്ഷേ അപ്പോഴും ആദ്യ ദൗത്യ സംഘങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഈ മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ ദൗത്യമൊക്കെ പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശക്തമായ ഒഴുക്ക് ഈ മത്സ്യത്തൊഴിലാളികളെ പിറകോട്ടടിക്കുകയാണ്.